CPI സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കാനം രാജേന്ദ്രന്റെ ഒന്നാം ചരമവാർഷികം മൊകേരിയിൽ ആചരിച്ചു. കാലത്ത് 7 മണിക്ക് CPI പ്രവർത്തകർ മൊകേരി ടൗണിൽ പ്രകടനം നടത്തി. ഭൂപേഷ് മന്ദിരത്തിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം P. സുരേഷ് ബാബു പതാക ഉയർത്തി അനുസ്മരണ പ്രസംഗം നടത്തി. T. സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. റീന സരീഷ്, MP കുഞ്ഞിരാമൻ, VV പ്രഭാകരൻ, C. നാരായണൻ എന്നിവർ പ്രസംഗിച്ചു. പ്രകടനത്തിന് CP ബാലൻ, TP രാജീവൻ, ലയ P, നിതീഷ് C എന്നിവർ നേതൃത്വം നൽകി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടതുപക്ഷത്തിന്റെയും രാഷ്ട്രീയം അചഞ്ചലമായി പതറാതെ വ്യക്തമായി കൃത്യമായി അദ്ദേഹത്തിന് പറയാൻ കഴിയുമായിരുന്നു. പാർട്ടിയുടെ വ്യക്തിത്വം പ്രധാനമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ പാർട്ടി വിപുലപ്പെടണം, അതോടൊപ്പം തന്നെ ഇടതുപക്ഷ രാഷ്ട്രീയം മുന്നോട്ട് പോകണമെന്ന കാഴ്ചപ്പാടോടുകൂടിയാണ് കാനം രാജേന്ദ്രൻ പ്രവർത്തിച്ചത്. നിരവധിയായ വിഷയങ്ങളിൽ പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കിയുണ്ടായി. മാവോയിസ്റ്റുകളെ വെടിവെച്ച് കൊന്നപ്പോൾ കേരളത്തിൽ വനങ്ങളിൽ കാനം രാജേന്ദ്രനെതിരായി അതിശക്തമായ പ്രതികരണം നടത്തുകയുണ്ടായി. കേരളത്തിൽ UAPA നിയമം, കിരാതമായ UAPA നിയമം നടപ്പിലാക്കാൻ ആരംഭിച്ചപ്പോൾ അതിനെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കുകയുണ്ടായി. ഗവൺമെന്റിനെ ഇടതുപക്ഷ നിലപാടിൽ വ്യതിചലിക്കാനുള്ള എല്ലാ നീക്കങ്ങൾക്കുമെതിരായി എല്ലാ ഘട്ടങ്ങളിലും കാനം രാജേന്ദ്രൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പ്രവർത്തിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അതിന്റെ ഗവൺമെന്റ് മുന്നോട്ട് പോകേണ്ടതിന്റെ ആവശ്യതയെക്കുറിച്ചും അതിനെതിരായി ഉയർന്നു വരുന്ന എല്ലാ അപവാദങ്ങളെയും എതിർപ്പുകളെയും അതിജീവിക്കാനും ആവശ്യമായ പിന്തുണ കാനം രാജേന്ദ്രനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നൽകുകയുണ്ടായി. ഞങ്ങളെയാകെ നയിച്ച സഖാവേ